ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നീ മറ്റുള്ളവരെ ഓർത്താൽ നിന്നെ മറ്റുള്ളവർ ഓർക്കും. അതാണ് അതിന്റെ തത്വം. എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞേ, ഞാൻ മറ്റുള്ളവരെ ഓർത്താൽ മറ്റുള്ളവർ എന്നെയും ഓർക്കും. ഞാൻ മറ്റുള്ളവരെ സഹായിച്ചാൽ മറ്റുള്ളവർ എന്നെയും സഹായിക്കും. ഹല്ലേലൂയ. അല്ലാതെ രാവിലെ മുതൽ എഴുന്നേറ്റിരുന്ന് എന്നെ സഹായിക്കൂ, എന്നെ സഹായിക്കൂ, എനിക്കാരുമില്ല, എന്നെ ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല, ഇതും പറഞ്ഞുകൊണ്ടിരുന്നാൽ നീ അങ്ങനെ ഇരിക്കുള്ളൂ. നീ എത്രത്തോളം മറ്റുള്ളവരെ പരിഗണിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ തീരുമാനമെടുക്കുന്നോ അതനുസരിച്ച് നിനക്ക് നിറച്ച് അളന്ന് കിട്ടും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന പല അവഗണനയ്ക്കും കാരണം ആരാ? നമ്മൾ തന്നെയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രവൃത്തി അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ അനുഭവിക്കുന്നത്. കൊടുത്താൽ നിനക്ക് കിട്ടും. ക്രൈസ്തവ ജീവിതത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് അതാണ്. നീ മറ്റുള്ളവരെ എത്രത്തോളം പരിഗണിക്കുന്നു എന്നതാണ് മർമ്മം. അല്ലാതെ നിനക്ക് എത്രത്തോളം കിട്ടുന്നു എന്നുള്ളതല്ല. അത് മാനുഷിക സ്വഭാവമാണ്. ആ സ്വഭാവത്തിലാണ് പരാതി, ആ സ്വഭാവത്തിലാണ് ദുഃഖം, ആ സ്വഭാവത്തിലാണ് കോടതി കേസ്, അല്ലേ? വിവാഹമോചന കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വല്ലതും അറിയുന്നുണ്ടോ? പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, അംഗീകരിക്കാൻ താല്പര്യമില്ല. അവർക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ കുറവുകൾ മാത്രമാണ് കാണുന്നത്. സ്വാഭാവികം. എൻ്റെ പ്രിയരെ, വിവാഹ ബന്ധത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് രണ്ട് ശക്തിയുള്ള മനുഷ്യരുടെ കൂട്ടായ്മയല്ല, മറിച്ച് കുറവുകളുള്ള മനുഷ്യരുടെ കൂട്ടായ്മയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാം തികഞ്ഞ മനുഷ്യർ അങ്ങനെ വല്ലൊരു ഈ ഭൂമിയിലുണ്ടോ? ഉണ്ടോ ചേച്ചി? ഇല്ലെന്ന്. കുറവുകളുള്ള മനുഷ്യരാണ്. ആരാ എല്ലാം തികഞ്ഞ മനുഷ്യൻ? ഇഷ്ടം പോലെ കുറവുകളുള്ള മനുഷ്യരാണ്. ആ കുറവിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിൽ കുറവ് മാത്രമേ തോന്നുകയുള്ളൂ. ഏത് കാര്യവും ചിന്തിച്ചോ, നമ്മൾ ഒരു ഇല്ലായ്മയിലേക്ക്, ഒരു കുറവിലേക്ക്, ഒരു നെഗറ്റീവിലേക്ക് നോക്കും തോറും നമ്മുടെ ഉള്ളിലേക്ക് ആ കുറവ് വന്ന് നമ്മളെ ഭാരപ്പെടുത്തും. ഏത് കാര്യവും. ഉദാഹരണത്തിന് ഭയം. നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും തോറും ആ ഓർമ്മ നിന്നെ വീണ്ടും വീണ്ടും ഭയത്തിലേക്ക് നയിക്കും. അല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. നമുക്കിത് തിരിച്ചറിയാത്തതുകൊണ്ട് എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് ഓർത്തോണ്ടിരിക്കും. ഓർക്കും തോറും നിന്നെ അത് ഭാരപ്പെടുത്തും. അത് ഭയം മാത്രമല്ല, നിഷേധാത്മകമായ നെഗറ്റീവായ ചിന്തകളുടെ പ്രത്യേകതയാണ്. അത് ചിന്തിക്കും തോറും നിന്നെ അത് ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നീ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ കുറവിലേക്ക് നോക്കാതെ എനിക്ക് എത്രത്തോളം ഭാര്യ ഭർത്ത ബന്ധത്തിൽ എനിക്ക് എത്രത്തോളം എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ പറ്റും, എനിക്ക് എത്രത്തോളം എൻ്റെ ജീവിത പങ്കാളിയെ കൈകാര്യം ചെയ്യാൻ, സ്നേഹിക്കാൻ, അംഗീകരിക്കാൻ പറ്റും, നീ അതിന് ശ്രമിക്കണം. അല്ലാതെ എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല, എന്തൊരു ജീവിതം, ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഞാൻ എന്തിനു ജീവിക്കണം? ഇത് പറയുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ ഇത് തന്നെയാണ് പറയുന്നത്. അവരും പറയുന്നത് ഇത് തന്നെയാണ്. എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ കൂടെ ഇരിക്കുന്നില്ല, എന്നോടൊന്ന് വർത്തമാനം പറയുന്നില്ല, എനിക്കൊരു സമ്മാനം മേടിച്ചു തരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉത്തരം കിട്ടാത്ത പ്രശ്നമാണത്. ഉത്തരം കിട്ടില്ലെന്ന്. അതോടൊപ്പം തന്നെ ഭാരപ്പെടാൻ തുടങ്ങും, ജീവിതത്തിൽ ദുഃഖിക്കാൻ തുടങ്ങും. അത് കോടതി കേസിലെത്തി വിവാഹമോചനത്തിലെത്തുള്ളൂ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിക്കാനുള്ള തീരുമാനം. ഇത് ഭാര്യ ഭർത്ത ബന്ധത്തിൽ മാത്രമല്ല, മക്കളുടെ കാര്യത്തിൽ ഇന്ന് പലരും പറയുന്നു വഴിതെറ്റിപ്പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. ആയിക്കോട്ടെ, നീ നിന്റെ മക്കളെ പരിഗണിക്കുന്നുണ്ടോ? മക്കളെ പരിഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഇരിക്കാൻ, അവരെ കേൾക്കാൻ, അവരെ മനസ്സിലാക്കാൻ അപ്പനും അമ്മയ്ക്കും സാധിക്കണം. മക്കൾ വല്ലാണ്ടൊരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ മക്കള് അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാ? മൊബൈൽ ഫോണിലാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്.
നിങ്ങൾക്ക് അവരിൽ നിന്ന് എത്ര നേരം പിടിച്ചു വെക്കാൻ പറ്റും? അവർ പറയും അപ്പോൾ സിലബസ് വരുന്നത് മൊബൈലിലാണ്, പഠന മെറ്റീരിയൽ ഇതിൻ്റെ അകത്താണ് എല്ലാം ഉള്ളത്, അതുകൊണ്ട് മൊബൈൽ വേണം. പണ്ട് നിങ്ങൾ ചിന്തിച്ച, നിങ്ങൾ എവിടെയാണ് കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നു? മുതിർന്നവർ ചിന്തിച്ച്, നിങ്ങൾ പാടത്തും പറമ്പിലുമായിരുന്നു, മാവേട്ടെറിയാൻ പോയിക്കൊണ്ടിരുന്നു, നിങ്ങൾ ചിരിക്കാനും കളിക്കാനും നാട്ടിൻപുറത്ത് ഓടിക്കൊണ്ടിരുന്നു. ഇന്നും പിള്ളേർക്ക് മണ്ണില്ല, മരങ്ങളില്ല, ഇലകളില്ല, മഴയില്ല, അവർ വീടിൻ്റെ അകത്ത്. പണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മഴ വരുമ്പോഴത്തേക്ക് പുറത്തോട്ട് ഓടും, മഴയത്ത് കുളിക്കാൻ ഓടും. ഇന്ന് മഴയെന്ന് പറഞ്ഞ ഓടി അകത്ത് കയറിയിരിക്കും. കാരണം ഇവർ മഴ കാണുന്നത് തന്നെ പേടിയോടുകൂടിയാണ്. ജീവിതത്തിൻ്റെ അന്തരീക്ഷം മാറി. ഈ മൊബൈൽ ഫോണിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവർ വല്ലാണ്ട് ഡിസ്ട്രാക്റ്റഡ് ആണ്, ഡിജിറ്റലി ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു തലമുറ. പ്രത്യേകിച്ച് ഇവർ കാണുന്നതൊക്കെ ഇൻസ്റ്റാഗ്രാം റീൽസുകളാണ്. സെക്കൻഡുകൾക്കുള്ളിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാടുന്നു, ഓടുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, പടക്കം പൊട്ടിക്കുന്നു, ഇതിങ്ങനെ ഡ്രെന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുവാണ്. കുഞ്ഞു കുഞ്ഞു റീൽസ്, അതാണ് പ്രത്യേകത. കുഞ്ഞു കുഞ്ഞു സാധനം. കാരണം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കാര്യത്തെ ശ്രദ്ധയോടെ കാണാൻ ഈ കുഞ്ഞിന് പറ്റത്തില്ല. ഒരു കാര്യം കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാ. കാരണം എന്താ? നിങ്ങൾ കാണുന്ന റീൽസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ? 2 മിനിറ്റേ ഉള്ളൂ. ഈ 2 മിനിറ്റിനുള്ളിൽ ഇങ്ങനെ പോയി ഓരോരോ കാര്യങ്ങളാണ്. അപ്പം മൊത്തത്തിൽ ഈ കുഞ്ഞിൻ്റെ തലയ്ക്കകത്ത് മൊത്തം ഡിസ്ട്രാക്റ്റഡ് ആണ്. ആ കുഞ്ഞിനെയാണ് നീ പഠന പുസ്തകത്തിൻ്റെ മുമ്പിലെടുത്ത് പഠിക്ക്, അതിൻ്റെ തലയ്ക്കകത്ത് കയറണ്ടേ? അതിനെങ്ങനെ കയറും? ടോട്ടലി ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നു. ഈ തലമുറയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ടത് സ്നേഹമാണ്, പരിഗണന. രാവിലെ മുതൽ ഉപദേശവും വഴക്കും കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ കൂടെ ഇരിക്കാൻ, അവരുടെ വിഷമം ഒന്ന് മനസ്സിലാക്കാൻ. അവർക്ക് പറ്റാത്തത് കൊണ്ടാണ്, കുഞ്ഞുങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടാണ്. അല്ലാതെ അവർ നമ്മളെ എതിർക്കുന്നത് അവർ നിഷേധികളായതുകൊണ്ടല്ല. അവരുടെ അവസ്ഥ അങ്ങനെയാണ്. അവരെ കണ്ടറിഞ്ഞ് സ്നേഹിക്കാൻ, പരിഗണിക്കാൻ താല്പര്യമെടുക്കണം. രാവിലെ മുതൽ വഴക്കുണ്ടാക്കാനും ഉപദേശിക്കാനും മാത്രമല്ല, കൂടെ ഇരിക്കാൻ, അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ, പരിഗണിക്കാനുള്ള വലിയൊരു തീരുമാനം, നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട തീരുമാനം. ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനം പഠിപ്പിക്കുകയാണ്. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. എൻ്റെ പ്രിയരെ, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം നിന്നെ പരിഗണിച്ചത് കൊണ്ടല്ലേ നീ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്? സർവശക്തനായ ദൈവത്തിൻ്റെ പരിഗണനയാണ്. ദൈവമേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിഗണനയാണ് ഈ ശുശ്രൂഷ. ദൈവത്തിന് നിന്നെ അത്രമേൽ സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ ശുശ്രൂഷ. കൈകൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദൈവമകനും ദൈവമകളും ജീവിതത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതാണ്. മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള തീരുമാനം. ഇങ്ങോട്ട് പോരട്ടെ എന്നല്ല, മറിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള തീരുമാനം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ വീട്ടിലുള്ള ഓരോ കുടുംബാംഗങ്ങളെയും മനസ്സിലോർക്കുക, കുടുംബത്തെ മനസ്സിലോർക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവര്, രക്തബന്ധത്തിൽപ്പെട്ടവരെയൊക്കെ ഒന്ന് ഫോൺ വിളിക്കാൻ പോലും അത്രമേൽ തിരക്കാണോ? ഒന്ന് സംസാരിക്കാൻ പറ്റാത്തവണ്ണം അത്രമേൽ ഞെരുക്കത്തിലാണോ? എത്ര നാളായി കുടുംബത്തിലുള്ളവരോടൊക്കെ സംസാരിച്ചിട്ട്? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ പരിഗണിക്കാൻ എനിക്ക് കൃപ നൽകണം. കർത്താവേ, എൻ്റെ കാര്യം മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ, അത് തെറ്റാണെന്ന് തിരിച്ചറിയുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കാൻ, പരിഗണിക്കാൻ ഒരു വലിയ തീരുമാനം. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നിന്നെ സഹായിച്ച ഒത്തിരി പേരുണ്ട്. ഒരുപക്ഷെ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത സഹായമാണ് നിങ്ങൾക്ക് ചെയ്തത്. അത്രമേൽ കടപ്പാട് അവരോടുണ്ട്. എന്നാൽ വന്ന വഴി മറന്നുപോയോ? അവരെയൊക്കെ ഒന്ന് സ്നേഹിക്കാൻ, അവരോടൊക്കെ ഒരു കൊച്ചുവർത്തമാനെങ്കിലും പറയാൻ, അവരെ പരിഗണിക്കാൻ നീ വിട്ടുപോയോ? ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ ജീവിതത്തിൽ പരിഗണിക്കേണ്ടവരെ പരിഗണിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ അംഗീകരിക്കണം, അവരുടെ കൂടെ ഇരിക്കണം, അവരുടെ ജീവിതത്തിൽ നിന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യണം. കൊടുത്തെങ്കിലേ കിട്ടുകയുള്ളൂ. ഇങ്ങോട്ട് പോരട്ടെ എന്നല്ല, മറിച്ച് കൊടുക്കാനുള്ള തീരുമാനം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള വലിയ സങ്കടമാണ്, എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇതാ ഈശോ നിന്നോട് പറയുന്നു, മകനെ, മകളെ,
നിനക്ക് പരിഗണന വേണോ? നീ കൊടുക്കാൻ തീരുമാനമെടുക്കുക. നീ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തീരുമാനമെടുക്കുക. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവജനം ഒരുമിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിലേക്ക് നിറയട്ടെ. യേശുവിന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിലേക്ക് നിറയട്ടെ. മറ്റുള്ളവരെ പരിഗണിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ ശുശ്രൂഷ ചെയ്യാൻ കർത്താവേ കൃപ ചൊരിയണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായ കൃപ ചൊരിയപ്പെടട്ടെ. കർത്താവേ, തടസ്സങ്ങൾ മാറ്റണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച വിഷയം പരിശുദ്ധ അൾത്താരിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ ദൈവം ആ വിഷയത്തിൽ ഇടപെടാൻ പോവുകയാണ്. നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. ദൈവമേ, എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കുന്ന അവസ്ഥ, ബന്ധങ്ങളിൽ അനുഭവിക്കുന്ന അവസ്ഥ, ഒരുപക്ഷെ നമ്മുടെ ചില ബന്ധങ്ങളൊക്കെ വല്ലാണ്ട് തകർന്നു പോയവരുണ്ട്, വല്ലാണ്ട് തകർന്നു പോയവർ. ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിച്ചോ. കർത്താവ് നഷ്ടപ്പെട്ട ബന്ധങ്ങളെ വീണ്ടും പണിതുയർത്തും. വലിയത് ആഗ്രഹിക്കണം. ചില അത്രമേൽ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ചില ബന്ധങ്ങൾ എത്ര നാളായി ചിലതൊക്കെ തകർന്നു പോയത്. കർത്താവെ, ഈ ശുശ്രൂഷ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും, നഷ്ടപ്പെട്ട ബന്ധങ്ങളെയൊക്കെ പണിതുയർത്താൻ കർത്താവെ ഞങ്ങൾ കൃപ വേണം. പരിഗണിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് വേണം. ആഗ്രഹത്തോടെ പരിശുദ്ധ ആരാധനയുടെ പ്രാരംഭ ഗീതം പാടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിൽ കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി എൻ്റെ രോഗം, എൻ്റെ ജീവിതം ഈ അൾത്താരിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നിൽ അങ്ങ് ഇടപെടണമേ. എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അഭിഷേകം നൽകണമേ. ആഗ്രഹിക്കുകയാണ്. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചേ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും ഓർക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളിലും കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ ബലം. ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. എൻ്റെ രോഗം, എൻ്റെ വേദന, എൻ്റെ ജീവിതത്തിലെ കണ്ണുനീര് ഇതെല്ലാം ഈ അൾത്താരിൽ സമർപ്പിക്കുന്നു. ഉത്തരം നൽകണമേ കർത്താവേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ജീവിത ദുഃഖങ്ങൾ തിരുകൈകളിലേക്കിടുന്നു. ചേർന്ന് പാടിക്കുക. എൻ ജീവിത ദുഃഖങ്ങൾ യേശുവേ എന്റെ രോഗവും എന്റെ വേദനയും തിരുപ്പാദ
വഹിക്കുന്നു. എന്റെ രോഗവും എന്റെ വേദനയും തിരുപാദത്തിൽ. രണ്ടു കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോയെ വരേണമേ. ശോ എന്നിൽ നിറയണമേ. ചേർന്ന് പാടിക്കേ. നാഥ നാഥ എന്നിൽ. നാഥ വരണമേ സൗഖ്യം. നാഥ വരേണമേ. യേശുവേ സൗഖ്യം തരേണമേ. പാടാം പാടാം. നാഥ വരണമേ സൗഖ്യം. രണ്ടു കരങ്ങളും അൾത്താരിലേക്ക് നീട്ടിപ്പിടിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്നൊന്ന് വിളിച്ചേ. ഈശോയേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറ്റുന്ന കർത്താവ് നിന്നിൽ ഇടപെടട്ടെ. നിന്റെ ഭാരം കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം കർത്താവ് ചൊരിയട്ടെ. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ശക്തിയും ബലവും നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയരെ, പരിശുദ്ധ അൾത്താരയ്ക്ക് മുമ്പിൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരൊക്കെ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ കൂപ്പി കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ഇതാ യേശു നിൽക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ നിൽക്കുന്ന സജീവ സാന്നിധ്യം നിന്റെ തൊട്ട് മുമ്പിൽ നിന്നെ അനുഗ്രഹിക്കാനായി ഉയർത്തിയ കൈകളുമായി നിൽക്കുകയാണ്. നീ വിശ്വസിക്കണം, യെസ്, ഞാൻ നിൽക്കുന്നത് എൻ്റെ ഈശോയുടെ മുമ്പിലാണ്. നിന്നെ അനുഗ്രഹിക്കാനായി ഉയർത്തിയ കരങ്ങളാണ് ഈശോയുടേത്. നിന്നെ ശപിക്കാനോ നിന്നെ തല്ലാനോ നിന്നെ വഴക്കു പറയാനോ അല്ല, മറിച്ച് നിന്നെ അനുഗ്രഹിക്കാനായി ഉയർത്തിയ കരങ്ങൾ. ആ അനുഗ്രഹിക്കാനായി ഉയർത്തിയ കരങ്ങളുടെ കീഴെ അതിൻ്റെ തണലിലാണ് നീ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, എൻ്റെ ജീവിതം സർവസ്വമായി അങ്ങയുടെ കൈകൾ സമർപ്പിക്കുന്നു. ഇന്ന് നീ കടന്നു പോകുന്ന അവസ്ഥ അതെന്താണോ അത് ഈശോയോട് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. നിന്നെ അനുഗ്രഹിക്കുന്ന ഈശോയെ നീ സ്നേഹിക്കണം. നീ സ്നേഹിക്കണം ഈശോയെ, നീ സ്നേഹിക്കണം. കാരണം ഈശോ നിന്നെ സ്നേഹിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈശോയ്ക്ക് തിരിച്ചു കൊടുക്കാനായിട്ടുള്ളത് നമ്മുടെ സ്നേഹം മാത്രമാണ്. ഈശോയെ, അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നിനക്കൊരവസരം തന്ന സർവശക്തനായ ദൈവമല്ലേ? നിന്റെ ജീവിതത്തിന്റെ ദുഃഖത്തിന്റെ നടുവിൽ നിനക്ക് കരം പിടിച്ച് നടത്തുന്ന സർവശക്തനായ ദൈവമല്ലേ? ആ ദൈവത്തിന്റെ മുമ്പിൽ സകലതും സമർപ്പിച്ച് നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കാരണം നിന്നെ അറിയുന്ന ഒരു ദൈവമാണ് നിന്റെ മുമ്പിൽ അനുഗ്രഹിക്കാനായി കരങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. നിന്നെ അറിയുന്ന ദൈവം. ഒരുപക്ഷെ നിന്റെ ഉള്ളിലുള്ള വലിയ വിഷമങ്ങളുണ്ട്. എന്നെ ആരും പരിഗണിക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, മറ്റുള്ളവരുടെയൊക്കെ ജീവിതം എത്രയോ സുന്ദരം, ഞാൻ മാത്രം ഇങ്ങനെ സഹിക്കുന്നു, എൻ്റെ സ്വപ്നത്തിന് ഇണങ്ങാത്തൊരു വിവാഹ ജീവിതം, എൻ്റെ സ്വഭാവത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത മറ്റുള്ളവർ, ജീവിത പങ്കാളിയെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്, മക്കളെക്കുറിച്ച് വല്ലാണ്ട് സങ്കടപ്പെടുന്നവരുണ്ട്, അയൽവാസികളെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്,
ജോലിയെ വലിയ ഒരു ഭാരമായിട്ട് കണക്കാക്കുന്നവരുണ്ട്. അങ്ങനെ തുടങ്ങി ആയിരിക്കുന്ന അവസ്ഥയിൽ പലതരത്തിൽ അവഗണനയും ദുഃഖവും അനുഭവിക്കുന്ന മനുഷ്യരെ ഇതാ ഈശോ നിന്റെ മുമ്പിൽ പറയുന്നു, എനിക്ക് നിന്നെ അറിയാം, എനിക്ക് നിന്നെ അറിയാം. ഈശോ നിന്നോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എനിക്ക് നന്നായി അറിയാം. സംശയിച്ച് പ്രാർത്ഥിക്കുന്നവരും ചോദ്യങ്ങളുമായിട്ട് ചോദിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ദേ തിരിച്ചറിഞ്ഞോളൂ, ഈശോയ്ക്ക് നിന്നെ അറിയാം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. നീ ഉയർത്തിപ്പിടിച്ച കരങ്ങൾ, പത്രോസ് മുങ്ങിത്താഴാൻ നേരത്ത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. അവന്റെ കൈകളിൽ ഈശോ കയറി പിടിച്ചു. അനുഗ്രഹിക്കാൻ ഉയർത്തിയ കൈകളിലാണ് നീ കയറി പിടിച്ചിരിക്കുന്നത്. വിശ്വസിച്ചോണം. കർത്താവേ, എന്നെ അനുഗ്രഹിക്കാൻ ഉയർത്തിയ അങ്ങയുടെ കൈകളിൽ ഞാൻ പിടിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങനെ പിടിവിടരുത്. കർത്താവേ, അനുഗ്രഹം വേണം. യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു. യാക്കോബ് യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് ദൈവദൂതനുമായി മല്ലയുദ്ധം നടത്തി. ദൈവദൂതൻ യാക്കോബിന്റെ അരക്കെട്ടിന് തടി കൊടുത്ത് നടക്കാൻ പറ്റാത്തവണ്ണം ഭാരപ്പെട്ട അവസ്ഥയിൽ ഈ യാക്കോബ് ദൈവദൂതനോട് പറഞ്ഞു, ദൈവദൂത, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല. എന്റെ പ്രിയരെ, ജീവിതത്തിൽ നമ്മളും ഇതുപോലെ ചില കെട്ടുകളിൽപ്പെട്ട് ഭാരപ്പെട്ട് കഴിയുകയല്ലേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നീ ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയെ സമർപ്പിച്ചോ. ഇതാ ഈശോ നിന്നിൽ ഇടപെടുകയാണ്. ഈശോ നിന്നിൽ ഇടപെടുകയാണ്. യാക്കോബിന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തവണ്ണം അവന്റെ അരക്കെട്ടിനിട്ട് തട്ട് കിട്ടിയതുപോലെ ഒരു പക്ഷേ ഇവിടെ നിൽക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കും ചില ക്ഷീണങ്ങളുണ്ട്, ചില ഭാരങ്ങളുണ്ട്. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവണ്ണം വേച്ച് പോകുന്ന അവസ്ഥയുണ്ട്. മറ്റുള്ളവർ നിന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള ദുഃഖമുണ്ട്. നിന്റെ ജീവിതത്തിന്റെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളുണ്ട്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരൊറ്റ പ്രാർത്ഥനയുള്ള, കർത്താവേ, എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടുകയില്ല, എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടുകയില്ല. യാക്കോബ് അള്ളിപ്പിടിച്ചതുപോലെ നീയും അള്ളിപ്പിടിച്ചോ. ഓ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ കൈകളിൽ ഞാൻ കയറി പിടിച്ചിരിക്കുന്നു. കർത്താവേ, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടുകയില്ല. കൈകൾ ഉയർത്തി, സ്വരമുയർത്തി വിളിക്കട്ടെ, ഈശോയെ വിളിക്കട്ടെ. സ്തുതിക്കട്ടെ. ദൈവമേ, വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കൈകളടിച്ച് വിശ്വാസികൾ ഒരുമിച്ച് കൈയടിച്ചോ. നിന്നെ അനുഗ്രഹിക്കാൻ ഉയർത്തിയ കൈകളുടെ മുമ്പിലാണ് നീ കൈയടിക്കുന്നത്. നിന്റെ ജീവിതത്തെ ഒരിക്കലും ഇട്ടിട്ട് പോകാത്ത ഒരുവന്റെ മുമ്പിലാണ് കൈയടിക്കുന്നത്. നിന്നെ ബലപ്പെടുത്തുന്ന ഒരുവന്റെ മുമ്പിലാണ് കൈയടിക്കുന്നത്. ആമേൻ. നല്ല കൈയടി, ശക്തിയോടെ. ആമേൻ. എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. ആമേൻ, ആമേൻ. എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനാഥനേശുവേ. എന്നെ നന്നായി ആമേൻ. എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. ചേർന്ന് പാടി. എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനാഥനീശോ. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുന്ന പോലെ, അപ്പൻ താലോലിക്കുന്നത് പോലെ എന്നെ അവൻ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് അമ്മയോ മരിക്കും വിശ്വസിക്കുന്നു. അപ്പൻ താലോലിക്കും ആമേൻ. എന്നെ നാഥൻ വഴി നടത്തും. ചേർന്ന് അപ്പൻ താലോലിക്കുമ്പോൾ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ച്. മൈറ്റി പവർ. വിശ്വസിക്കുന്നു. ഓ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കരം പിടിച്ച് നടത്തുന്നു. എന്നെ അറിയുന്ന ദൈവമേ, നന്ദി പറയും. വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങ് ഇടപെടുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു.
കൈയടിച്ചേ കൈയടിച്ചേ. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. യേശുവേ, എന്റെ ദൂതരുണ്ട്. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. ആമേൻ. എന്റെ ദൂതരുണ്ട്. ഉള്ളക്കാരത്തിലെന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഭയമേയില്ല. ഉള്ളംകരത്തിൽ എന്റെ കാവല് കാവൽ. ആമേൻ. യേശുവേ, എൻ മുഖം പാടില്ല, ലജ്ജിതനായി തീരില്ല, നിന്ദിച്ചവരുടെ മധ്യത്തിൽ. എന്റെ മുഖം പാടില്ല, ഞാൻ ലജ്ജിതനായി തീരില്ല, എന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ. ആമേൻ. എൻ മുഖം പാടില്ല, ആമേൻ. ലജ്ജിതനായി തീരില്ല, എന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ. അവരുടെ മധ്യത്തിൽ. ആമേൻ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിയിടും അന്ത്യം വരെ. വരും കാലമൊക്കെയും വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശോ. എന്നെ നന്നായി പുലർത്തും. അമ്മ ഓമനിക്കുമ്പോൾ, മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ആമേൻ ആമേൻ. യെസ്, വിശ്വസിക്കുന്നു. ഓരോ വ്യക്തിയും ഏറ്റെടുക്കട്ടെ. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ അപ്പന്റെ താലോലം പോലെ രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിച്ച 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 കർത്താവിന്റെ ശക്തി, അത്ഭുതകരമായ ശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. ദൈവമേ, നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകം, വലിയ അഭിഷേകം കർത്താവേ ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലത് സംഭവിക്കപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളിലത് സംഭവിക്കപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം ഞങ്ങൾ വെളിപ്പെടട്ടെ. ദൈവിക ശക്തി കൊണ്ട് നിറയപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും കർത്താവ് ഇടപെടുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. കർത്താവിന്റെ അതിശക്തമായ കൃപയാണ് ഓരോ വ്യക്തിയിലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ഈശോയ്ക്ക് നിന്നെ അറിയാം, ഈശോയ്ക്ക് നിന്നെ അറിയാം. എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ, നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ ഈശോയ്ക്ക് അറിയാം. ഈശോ നിന്നിൽ ഇടപെടുകയാണ്. സ്വർഗം നിന്നിൽ ഇടപെടുകയാണ്. നീ വിശ്വസിച്ചോ. നീ ഇന്ന് കടന്നു പോകുന്ന ഓരോ അവസ്ഥയിലും കർത്താവിന് നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. കർത്താവിതാ അനേകരുടെ അടുത്ത് വന്ന് ബലം നൽകി അനുഗ്രഹിക്കുന്നു. റിൻസി എന്നുള്ളൊരു പേര് കർത്താവ് വെളിപ്പെടുത്തി നൽകുന്നു. കർത്താവ് ആ മകളുടെ മേൽ കർത്താവിന്റെ അഭിഷേകം ഒഴുകുകയാണ്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈശോയുടെ സ്നേഹമാണ് ആഗ്നസിൽ ഒഴുകുന്ന. ആഗ്നസ് ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവണമെന്നില്ല, പക്ഷേ കർത്താവിന്റെ കരുണയൊഴുകുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. വിവാഹമോചനത്തെക്കുറിച്ച് ഒരു കുടുംബത്തിൽ ദിവസങ്ങളായി നടക്കുന്ന ചർച്ചയിൽ ഇതാ കർത്താവ് ഇടപെടുകയാണ്. പ്രിയപ്പെട്ട ഭാര്യയെ, ഭർത്താവേ, നിന്നിൽ കർത്താവ് ഇടപെടുകയാണ്. വിവാഹമോചനമല്ല അതിൻ്റെ ഉത്തരം, മറിച്ച് പരസ്പരം പരിഗണിക്കാൻ, സ്നേഹിക്കാനുള്ള തീരുമാനമാണ് ഉത്തരം. കൊടുത്തെങ്കിലേ കിട്ടുകയുള്ളൂ, കൊടുക്കാനുള്ള തീരുമാനം. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. ഇവിടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേകരുടെ ഉള്ളിലുള്ള വിഷമത്തിൽ കർത്താവ് ഇടപെടുന്നു. അനേകരുടെ ഉള്ളിലുള്ള സങ്കടമാണ്. എന്നെ പരിഗണിക്കുന്നില്ലല്ലോ, എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, എന്നെ മാറ്റി നിർത്തുന്നു. എന്നാൽ ഇതാ ഈശോ നിന്നോട് ചോദിക്കുന്ന ചോദ്യം, നീ എത്രത്തോളം മറ്റുള്ളവരെ പരിഗണിച്ചിട്ടുണ്ട്? നീ എത്രത്തോളം മറ്റുള്ളവരെ പരിഗണിച്ചിട്ടുണ്ട്? ഈശോയെ,
ഈശോയെ, എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാനുള്ള കൃപ നൽകണമേ. എൻ്റെ ജീവിതത്തെ കറക്റ്റ് ചെയ്യാനുള്ള കൃപ നൽകണമേ. കർത്താവെ, തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്താൻ എനിക്ക് കൃപ ലഭിക്കട്ടെ. രണ്ട് കരങ്ങൾ ശിരസിൽ അങ്ങനെ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ അത്ഭുതകരമായ കൃപ നിന്നിലേക്ക് ഒഴുകുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഭാരപ്പെടേണ്ട. ദിവസങ്ങളായി രാത്രി ഉറക്കം കിട്ടാത്ത ആ വ്യക്തിയോട് കർത്താവ് പറയുന്നു, നീ വിഷമിക്കേണ്ട. നിന്റെ ഈ പ്രശ്നത്തിൽ അത്ഭുതകരമായ ചില വഴികൾ തുറക്കപ്പെടുന്നു. അത് സംഭവിക്കുകയാണ്. നീ ഭാരപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും, സ്വർഗം പ്രവർത്തിക്കും. അത്ഭുതകരമായ വഴികൾ നിനക്ക് വേണ്ടി തുറക്കും. ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് തലയിൽ വട്ടത്തിൽ അലർജി രോഗം വന്നതിന് ശേഷം തലമുടി കൊഴിയുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തുന്നു. കർത്താവ് ഭാരപ്പെടുന്ന ആ വ്യക്തിയിൽ ഇടപെടുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈശോ നിന്നിൽ ഇടപെടുന്നു, ഈശോ നിന്നിൽ ഇടപെടുന്നു, ഈശോ നിന്നിൽ ഇടപെടുന്നു. പേടി, ചില വിഷയങ്ങളെക്കുറിച്ച് പേടിയുള്ള, ഒറ്റയ്ക്ക് നടക്കാൻ പേടി, ഇരുട്ടിനെ പേടി, ഒരു കാര്യം ചെയ്യാൻ പേടി, അങ്ങനെ പേടിയുള്ള ഒരു പെൺകുട്ടിയെ കർത്താവ് ബലപ്പെടുത്തുന്നു. ഈശോയുടെ കാരുണ്യമാണ് നിന്നിലേക്ക് ഒഴുകുന്നത്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ സ്നേഹം സ്വീകരിച്ച് പ്രാർത്ഥിക്കട്ടെ. ജെയ്സൺ എന്ന പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് പേരെടുത്ത് അനുഗ്രഹിക്കുന്നു. കർത്താവ് നിന്റെ മേൽ പ്രവർത്തിക്കുന്നു. വിശ്വസിക്കുക. കർത്താവ് എൻ്റെ മേൽ പ്രവർത്തിക്കുന്നു. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഇന്നും പ്രവർത്തിക്കുന്നവൻ ഇന്നുമുണ്ട്. കർത്താവെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായ കൃപകളാണ് ഓരോ വ്യക്തിയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദി പറഞ്ഞോളൂ. ഈശോ നിന്നിൽ ഇടപെടുകയാണ്, ഈശോ നിന്നിൽ ഇടപെടുകയാണ്. ഭാരപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. നാളുകളായി ഒരു ധ്യാനം കൂടാതെ വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. ഒരു ധ്യാനം കൂടാൻ ഒരു കുടുംബത്തിൻ്റെ ഒരു ആഗ്രഹത്തെയാണ് കർത്താവ് ആ ആഗ്രഹത്തിൽ ഇടപെടുകയാണ്. നിങ്ങൾ ഒരു കുടുംബമായിട്ട് ധ്യാനം കൂടണം. കർത്താവ് ആ കുടുംബത്തിന് സന്ദേശം പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി മാറാൻ ഏറ്റവും നല്ല മാർഗമാണ്. കർത്താവ് നിന്നിൽ ഇടപെടുകയാണ്. അങ്ങനെ കൃപ കിട്ടുന്നവർ നന്ദി പറഞ്ഞ് ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തോണം. നിന്റെ മേൽ അത് സംഭവിക്കപ്പെടട്ടെ, നിന്റെ മേൽ അത് സംഭവിക്കപ്പെടട്ടെ. ഈശോ നിന്നിൽ ഇടപെടുന്നു. അലർജി രോഗമുള്ള മറ്റൊരു വ്യക്തി, കൈകാലുകളിൽ അലർജി രോഗം, എപ്പോഴും ഭയങ്കര ചൊറിച്ചിൽ, കർത്താവ് ആ മേഖലകൾ കർത്താവ് സൗഖ്യം നൽകുന്നു, അനുഗ്രഹം നൽകുന്നു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ, ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. കർത്താവെ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേലും അങ്ങ് ചൊരിയുന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ആ രണ്ട് കരങ്ങളും അങ്ങനെ ശിരസിൽ വെച്ചുകൊണ്ട് കമഴ്ത്തി വെച്ചുകൊണ്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവെ, ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. തടസ്സങ്ങൾ മാറ്റുന്ന കർത്താവെ, അങ്ങ് ഞങ്ങളിൽ ഇടപെടണമേ. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ സകല ഭാരവും മാറ്റണമേ. സാമ്പത്തിക കടബാധ്യതകൾ കർത്താവെ ഇടപെടണമേ. മക്കളെ കുറിച്ചുള്ള ദുഃഖത്തിൽ കർത്താവെ ഇടപെടണമേ. കർത്താവിന്റെ ആത്മാവ് ഇടപെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം വിശുദ്ധീകരിക്കുക. അതിനുശേഷം മുട്ടുകുത്തുക. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോകുന്ന സമയം വിശ്വസിക്കുക. ആ പ്രാർത്ഥന ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന വലിയ കൃപയാണ്. മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള സ്നേഹം, മറ്റുള്ളവരിലേക്ക് കെയർ ചെയ്യാൻ, മറ്റുള്ളവരെ കുറിച്ച് ശ്രദ്ധിക്കാൻ, ചിന്തിക്കാൻ, ആലോചിക്കാൻ കർത്താവെ എനിക്ക് കൃപ നൽകണമേ. ആ വലിയ ആഗ്രഹത്തോടുകൂടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ബാവായിക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന.